നമസ്കാരം. അക്ഷരാർത്ഥത്തിൽ സ്വർണം ഇപ്പോൾ ഞെട്ടിക്കുകയാണ്. നാം ചിന്തിക്കുന്നതിനും വിപരീതമായിട്ടാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്വർണത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് ആഭരണ പ്രേമികൾ ചോദിക്കുന്നത്. യുദ്ധ സാഹചര്യങ്ങളിൽ സാധാരണ സ്വർണ്ണവില ഉയരുന്നത് സ്വാഭാവികമാണ്. സുരക്ഷാ നിക്ഷേപം എന്ന നിലയ്ക്ക് നിക്ഷേപകർ ഈ ഒരു സ്വർണത്തിലേക്ക് അഭയം തേടുന്നത് പതിവാണ്. എന്നാൽ പതിവിൽ നിന്നും വിപരീതമായി ആഗോള വിപണിയിൽ സ്വർണത്തിന്റെ വില ഇടിയുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യാന്തര വിപണിയുടെ ചുവട് പിടിച്ച കേരളത്തിൽ വീണ്ടും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വില ഇടിയാനുണ്ടായ കാരണവും വിശദമായി തന്നെ നമുക്ക് നോക്കാം. US$ ശക്തിപ്പെട്ടതാണ് വില ഇടിവിനുള്ള പ്രധാന കാരണം. ഇത് സ്വർണത്തിന് ആഗോള ഡിമാൻഡ് കുറച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ നിന്നുള്ള സുരക്ഷിത നിക്ഷേപ താൽപര്യത്തെ പോലും ഡോളറിന്റെ ഈ ശക്തി മറികടന്ന് ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ ക്രൂഡ് ഓയിൽ വില കത്തിക്കുകയാണ്. ഇത് പണപ്പെരുപ്പ ആശങ്കകളും ശക്തമാക്കിയിട്ടുണ്ട്. ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ ദീർഘകാലത്തേക്ക് നിലനിർത്തുകയോ വെട്ടിക്കുറയ്ക്കുന്നത് വൈകിപ്പിക്കുകയോ ചെയ്യുമെന്നാണ് നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നത്. ഇത് ബോണ്ട് പോലുള്ള പലിശദായക നിക്ഷേപങ്ങളെക്കാൾ സ്വർണം പോലുള്ള നിഷ്ക്രിയ ആസ്തികളെ ആകർഷകമല്ലാതാക്കി മാറ്റി. ആഗോള വിപണിയിൽ സ്വർണ്ണ വില ഔൺസിന് $5093 ഇടിഞ്ഞത്. GSTയും പണിക്കൂലിയും കൂടി കണക്കാക്കുമ്പോൾ ഏകദേശം 1,30,000 മേളിൽ കൊടുക്കേണ്ടി വരും സ്വർണം വാങ്ങുമ്പോൾ. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില കത്തിക്കയറുമെന്നും പഴയ സ്വർണം വിറ്റ് കൂടുതൽ ലാഭം കൊയ്യാം എന്നൊക്കെയായിരുന്നു ചിലരുടെയൊക്കെ പ്രതീക്ഷ. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം ഇപ്പോൾ അസ്ഥാനത്തായി എന്ന് പറയേണ്ടി വരും. വില കുതിക്കുന്നില്ല എന്ന് മാത്രമല്ല, നേരിയ തോതിൽ ഇടിവും തുടരുകയാണ്. ഈ സമയത്ത് സ്വർണം വിൽക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വലിയ നഷ്ടമായേക്കും എന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. സംഘർഷങ്ങൾ വർദ്ധിച്ചാൽ സ്വർണം കത്തിക്കയറുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യമല്ല എങ്കിൽ സ്വർണം വിൽക്കാതെ കാത്തിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ വിലക്കയറ്റത്തിനിടയിൽ ആഭരണം വാങ്ങുന്നത് നഷ്ടക്കച്ചവടമാണെന്നാണ് വിദഗ്ധർ ആവർത്തിക്കുന്നത്. അതേസമയം വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്നവരാണെങ്കിൽ ഇപ്പോഴത്തെ വിലയിടിവ് മുതലെടുക്കാം എന്നാണ് ഉപദേശം. കാരണം ഇപ്പോഴത്തെ വിലയിടിവ് ചെറിയ കാലത്തേക്കുള്ള ഇടിവ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയിൽ സ്വർണം വാങ്ങി വെക്കുന്നതായിരിക്കും ഉചിതം. അതുകൊണ്ട് തന്നെ കരുതലോടെ കാര്യങ്ങൾ മനസ്സിലാക്കി ആഭരണം വാങ്ങാമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഗ്രാഫ് ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ അടുത്ത 1-2 വർഷത്തിനകം പവന് 75,000 വരെയെങ്കിലും ഇടുങ്ങിയേക്കാമെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. സ്വർണം വില കുറയുമ്പോഴും ഇതുവരെ 1,00,000 താഴേക്ക് പോയിട്ടില്ല എന്നതാണ് വസ്തുത. ആഗോള പ്രതിസന്ധികൾ അയഞ്ഞാൽ സ്വർണം 75,000 മുതൽ 80,000 എത്തിയേക്കുമെന്നാണ് ചില സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം യുദ്ധസമാന സാഹചര്യവും ഡോളർ മൂല്യത്തിലെ ഏറ്റക്കുറച്ചിലുകളും സ്വർണ്ണവിലയെ വലിയ രീതിയിൽ സ്വാധീനിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.